പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും നബി തങ്ങളെ പിന്തുടരുകയും ചെയ്യുക എന്നത് ഈ ശരീഅത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. പന്തിപ്പൊയിൽ മഹല്ല് കമ്മിറ്റി വളരെ നല്ല ചില ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോരാ, നടുവിലെത്തിയിരിക്കുകയാണ്. തുടക്കം കുറച്ച് മുമ്പ് ആയിട്ടുണ്ട്, ഇപ്പം നടുക്കുകയാണല്ലേ. ഒരുപാട് ഉലമാക്കൾ ആലിമീങ്ങളുള്ള നാട്. വിദേശത്ത് എവിടെ ചെന്നാലും പന്തിപ്പൊയിലുള്ള ആൾക്കാരെ കാണും. ഈ പരിപാടി ഏറ്റതിന് ശേഷം പല വിദേശ സുഹൃത്തുക്കളും വാട്സപ്പിൽ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ പന്തിപ്പൊയിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഓലെന്തായാലും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും നിങ്ങളെല്ലാവരും സംഘടിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ നമുക്ക് സാധിക്കണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. സ്ഥലപരിമിതി അല്പമുണ്ട് എന്ന് തോന്നുന്നു, എന്നാലും ഉള്ള സ്ഥലമൊക്കെ ഉപയോഗപ്പെടുത്തി എല്ലാവരും ഇരുന്നു കൊണ്ട് സഹകരിക്കണം എന്നറിയിക്കുന്നു. സ്ഥലമില്ലെങ്കിൽ നമുക്ക് പള്ളിൻ്റെ അവിടെയൊക്കെ കയറിയൊക്കെ ഇരിക്കാവുന്നതാണ്. എന്തായാലും ഇരുന്ന് സഹകരിക്കണം. കാരണം മജ്ലിസുൽ ഇൽമ് റൗദത്തും മിൻ റിയാദിൽ ജന്നയാണ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കണ സ്ഥലം എന്നാണ്. നിൽക്കണ സ്ഥലത്തിൻ്റെ പേര് മഖാം എന്നാണ്. മഖാമുൽ ഇൽമ അല്ല റൗദത്തും മിൻ റിയാദിൽ ജന്ന, മജ്ലിസുൽ ഇൽമാണ്. രണ്ട് സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്നാണ്. അല്ല, ഞാൻ ഇങ്ങോട്ട് നീക്കാനല്ല പറഞ്ഞത്, ഒഴിവുള്ളതിലൊക്കെ ആളോട് ഇരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവില്ലേന് ആദ്യം ഒഴിവുണ്ടെങ്കിലല്ലേ ഉള്ളൂ ഒഴിവില്ലതിൽ ഇരിക്കാൻ പറ്റുക. അപ്പം ഞാൻ പള്ളീൻ്റെ അവിടെയൊക്കെ കയറിയിട്ട് എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നീച്ചിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ നടക്കും. അപ്പോൾ സീറ്റ് ഒഴിവായി കിട്ടും. ഇപ്പോൾ പോലെ ഇവിടെ എന്താ സംഭവിക്കാം, നമുക്ക് എല്ലാ കാര്യങ്ങളും അജബാണല്ലോ, അത്ഭുതമാണല്ലോ. ഇൽമും വാസ്തവത്തിൽ നമുക്ക് അത്ഭുതമാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് നോക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ പോലെ ഇങ്ങനെ ഓർക്ക് കൂടുതൽ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കാലിളകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടും. അതുവരെ ഒന്ന് പ്രായമായ ഒരു യുവാക്കളൊക്കെ ഒന്ന് ക്ഷമിച്ചിരുന്നാൽ മതി, ബാക്കി ക്ലിയർ ആയിക്കോളും. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും വേണമെന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഈമാനിന് പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ നമ്മളും നമ്മുടെ തലമുറയും വഴിവഴിച്ചു പോവില്ല. ജൂതന്മാര് മുസ്ലിം ആവാതിരുന്നതിന്റെ കാരണം അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല, മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലായിട്ടാണ്. ക്രിസ്ത്യാനികൾ കാഫിറായതിന്റെ കാരണം അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനാണ് എന്ന് വിശ്വാസമില്ലായിട്ടുമല്ല, നീതിമാനാണ് എന്ന് വിശ്വാസമില്ലായിട്ടുമല്ല, കഅബ പുതുക്കി പണിയുമ്പോൾ ഹജറുൽ അസ്വദ് അവിടെ തന്നെ വെക്കാൻ മുസ്തഫായ നബി തങ്ങളെക്കാൾ ഫിറ്റായ വേറൊരാളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടുമല്ല, റസൂലാകാൻ മാത്രമൊക്കെ ഉണ്ടോ എന്ന് തോന്നിയിട്ടാണ്. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആള് 5 വക്തിനും മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വന്നിരുന്ന ആളാണ്. നിസ്കരിച്ചതുകൊണ്ട് ഈമാൻ എന്ന് പറയാനും പറ്റൂല. അങ്ങനെയാണെങ്കിൽ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന് ഈമാൻ എന്ന് പറയേണ്ടി വരും. അയാൾ മദീനത്തെ പള്ളിയിൽ എല്ലാ വക്തിനും ജമാഅത്തിന് വന്നിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടർന്നു കൊണ്ട് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. നബി തങ്ങൾ എത്തിയപ്പോഴേക്കും അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കിയിരുന്നു.
നബി തങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് വേഗം ഖബർ കണ്ടിറങ്ങി. അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂലിനെ തൻ്റെ കാലിൻ്റെ തുടമക്ക് ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് ഖബർ കണ്ടിറക്കിയപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന ഒരു പുതപ്പെടുത്തിട്ട് അയാൾക്ക് പൊതിച്ചു കൊടുത്തു. അങ്ങനെയും കഴിച്ചിലേക്കോട്ടെ എന്ന് എഴുതിയിട്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാത്സല്യമാണ്. അയാളെ മറവ് ചെയ്ത് പോരുന്ന സമയത്ത് ഒരായത്തിറങ്ങി, നബിയേ ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കില്ല നബിയേ എന്ന ആയത്തിറങ്ങി. അയാള് മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന ആളാണ്. നബി തങ്ങളുടെ ബാക്കിൽ മഅ്മൂമാൻ. അപ്പൊ ഈമാനിന് ഇതൊന്നും അല്ലാത്ത ചില അടിസ്ഥാനങ്ങളുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്തത് ഒരു സ്ത്രീയായിരുന്നു, സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മരണപ്പെടുന്നത് വരേക്കും നിസ്കരിച്ചിട്ടില്ല. ഇതിന്റെ അർത്ഥം ഇന്നു മുതൽ നിങ്ങളെല്ലാവരും നിസ്കാരം നിർത്തിക്കാളിയെന്നൊന്നുമല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നിസ്കരിച്ചിട്ടില്ല. കാരണം നിസ്കാരം നിർബന്ധമായിട്ടില്ല. അല്ലാഹു തആലാക്ക് എന്തേ ഇഖ്റ ബിസ്മി ഇറങ്ങിയപ്പോ അതിന്റെ ഒപ്പം നിസ്കാരത്തിന്റെ ആയത്തും കൂടി ഇറക്കാൻ അത്ര വലിയ പണിയുണ്ടായിരുന്നോ? നിസ്കാരത്തെക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ആദ്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിസ്കാരം പിന്നെ പറഞ്ഞത്. സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഒരിക്കലും നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. കാരണം ഖദീജ ബിയുടെ വഫാത്തിന് ശേഷമാണ് നോമ്പ് നിർബന്ധമായത്. സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ എന്താണ് ഖദീജ ബീവിന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അത് കിട്ടിയാല് ഇസ്ലാം ദീനിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താന്ന് നമുക്ക് കിട്ടും. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്, പരിശുദ്ധമായ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന തൗഹീദ് അല്ല. ഞാൻ തെറ്റി പറഞ്ഞതല്ല, ഞാൻ കൽപ്പിച്ചുട്ടി പറഞ്ഞത് തന്നെയാണ്. ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അല്ല. പിന്നെ ഏത് തൗഹീദാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് അള്ളാഹുവിന്റെ റസൂലാണോ ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യാൻ അർഹനായ ആരുമില്ല എന്നു തന്നെ വിശ്വസിക്കണം. അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ നമ്മൾ പറയുന്ന തൗഹീദ് ആവൂല. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ദൗർഭാഗ്യവശാല് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ട് സമയത്താണ്. ദൗർഭാഗ്യവശാൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകുക രണ്ട് സമയത്താണ്. ഒന്ന് റമളാൻ മാസത്തില്, ഒന്ന് റബീഉൽ അവ്വലില്. റമളാൻ മാസത്തിലെ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടുമല്ലോ. 20 നിസ്കരിച്ചിട്ട് അഥവാ സ്വർഗത്ത് പോയാലോ വേണ്ട 8 മതി എന്ന് പറയും ചില ആൾക്കാർ. പരമാവധി ആണെങ്കിൽ 11 മതി, അതിന്റെ മേലേക്ക് ദയവേത് നിസ്കരിച്ചരുതേ, നരകത്ത് പോവും എന്നൊക്കെ പറയും ചിലവര്. റമളാൻ മാസം അയാളുള്ളൊരു കുഴപ്പമാണ്. റബീഉൽ അവ്വൽ ആയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള അടങ്ങേറ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പ നരകത്തിലാകായിട്ടാണ് ചിലവർക്ക് അടങ്ങേറ്, മുസ്തഫായ നബി തങ്ങളുടെ അമ്മ നരകത്തിലാകായിട്ടാണ് വേറെ ചിലവർക്ക് അടങ്ങേറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മളതിലൊന്നും ബേജാറാകേണ്ട കാര്യമില്ല. കാരണം ഒരാളുണ്ടായിരുന്നു, പണ്ട് ജീവിച്ച ഒരാൾ സൗദി അറേബ്യയില്. അയാളിങ്ങനെ ഒരിക്കലൊരു വർത്താനം പറഞ്ഞു, ഞാൻ ഈ കുത്തി നടക്കുന്ന വടി മുഹമ്മദിനേക്കാൾ ഉപകാരമുള്ളതാണ്. കാരണം മുഹമ്മദ് മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഈ വടി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പേരും അഡ്രസ്സും ഞാൻ പറഞ്ഞില്ല, പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആളെ.
ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ, ഇബ്ലീസ് നൊലോളിച്ചത് ആകെ 4 സമയത്തേ ഉള്ളൂ. ഭയങ്കര ധൈര്യമാണ് ഇബ്ലീസിന് ലഅനത്തുല്ലാഹി അലൈഹി. ഹലാക്കിന്റെ ധൈര്യമാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞത്, ആ ചങ്ങായി കരഞ്ഞത് ആകെ 4 സമയത്ത് മാത്രമാണ്. ഒന്ന് ഹീന ലുഇന, വാനലോകത്ത് വെച്ച് ശപിക്കപ്പെട്ടവനേ എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഓനാട് നൊലൊളിച്ചു, ഭയങ്കര നൊലൊളി. രണ്ടാമത്തേത് ഹീന ഹുബിത, അല്ലെങ്കിൽ ഹീന സുഖിത, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോഴും അവൻ കരഞ്ഞു. ആദ്യം കരഞ്ഞത് ശപിച്ചപ്പോ, രണ്ടാമത് കരഞ്ഞത് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ, മൂന്നാമത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കരഞ്ഞത് ഹീന ഉലിദ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴാണ്. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു ചൊറിച്ചില്ല. അതിപ്പോ എന്താ 12 ഇത്ര പ്രത്യേകത എന്നാ വേണ്ട 13 മയക്കക്കാർക്ക് 13 ഒഴിവുണ്ടാവും. അത് ചെയ്യണില്ലല്ലോ. വേണ്ടങ്ങൾ 14 ആയിക്കോളി, നമുക്കൊരു വിരോധമില്ല. ഇനി റബീഉൽ ആഖിറിലെ ഒഴിവിട്ടിയോളെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്തോളി, ചെയ്യാതെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. നാലാമത് ഇബ്ലീസ് കരഞ്ഞത് എപ്പോഴാണ്? ഹീന ഉൻസില സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ് ശൈത്താൻ പിന്നീട് കരഞ്ഞത്. ഞാൻ കുറേ ആലോചിച്ച് നോക്കി, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ എന്താ ഈ ചങ്ങായിക്ക് ഇത്ര നൊരൊഴിച്ചാൽ മാത്രമേ ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ വലുതായി കുറെ സദസ്സിലൊക്കെ ഇങ്ങനെ ചെന്നപ്പോ മനസ്സിലായി എന്താണ് ഇപ്പൊ നൊരൊളിക്കണതിന്റെ കാരണം എന്ന്. കുറേ ആൾക്കാരിങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ ഇരിക്കണതിന്റെ ഇടയിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരാണ് നീച്ചു പോവും, 2-3 ആൾക്കാരാണ് നീച്ചു പോവും. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര നൊരൊളിക്കാൻ മാത്രമുള്ളൊരു സംഗതിയാണ് ഈ ഫാത്തിഹ എന്ന്. നമ്മളെന്താ ചെയ്യാ, എനിക്ക് പോകാണ്ട് നേരം വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണതിന്റെ ഇടയിൽ ഒരാൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിക്കും. വേറെ ചില ആൾക്കാർ 3 ആൾക്കാർ എന്തായാലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ ശൈത്താന് വലിയൊരു അസ്വസ്ഥതയുള്ള സാധനമാണ് ഫാത്തിഹ എന്ന് പിന്നെ മനസ്സിലായി. 4 സമയത്താണ് ലാനത്താക്കപ്പെട്ട പിശാച് കരഞ്ഞത്. അതിൽ 2 നമ്മളേറ്റവും വലിയ ബന്ധമുള്ളതാണ്, 2 ഓന്റെ സ്വന്തം കാര്യമാണ്. ലാനത്തായതും സ്വർഗത്തുനിന്ന് ഇറക്കിയതും. റിളവാൻ അലൈഹിസ്സലാം എന്ന സ്വർഗം കാക്കുന്ന മലക്കിന്റെ കൂട്ടുകാരനായിരുന്നു ലാനത്താക്കപ്പെട്ട ഇബ്ലീസ്. എപ്പോഴും റിളവാന്റെ തോളിൽ കൈയിട്ടാണ് നടന്നിരുന്ന ആളാണ് ലാനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്. അവിടുന്ന് ഇങ്ങോട്ട് പോരേണ്ടി വരികയാണ്. അപ്പൊ 2 ഓന്റെ കാര്യമാണ്, 2 ഞമ്മളെ കാര്യമാണ്. ഒന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ, രണ്ടാമത് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ അത് 2 വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ എന്താ ഉള്ളത്? അതായത് ഈ ഒന്നിനൊന്ന് കണക്ഷൻ ഉണ്ടാവുന്നതാണ്. മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഒന്നിനൊന്ന് കണക്ഷൻ ഉണ്ടാവും. അതായത് ഭൂമിയിൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ 2 സ്ഥലത്താണല്ലോ. ഒന്ന് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭൂമിയിൽ സ്വർഗമുണ്ട് എന്ന് പിന്നെ പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തോപ്പാണ് എന്നാണ് പിന്നെ പറഞ്ഞത്. ഇത് 2 തമ്മിൽ എന്താ കണക്ഷൻ ഉണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തിയ സ്ഥലമാണ് വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, അത് മജ്ലിസുൽ ഇൽം തന്നെയാണ്. ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മജ്ലിസുൽ ഇൽം തന്നെയാണ്. ഇതാണ് അത് തമ്മിലുള്ള ബന്ധം. അപ്പൊ ഒന്നിനൊന്ന് കണക്ഷൻ വേണം. അങ്ങനെയാണെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴും പിശാച് കരഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴും ലാനത്താക്കപ്പെട്ട പിശാച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ആ കണക്ഷൻ? സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും മദ്ഹുൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് മുഴുവൻ മദ്ഹുൻ നബിയാണ് എന്നുള്ളതാണ് കണക്ഷൻ.
അത് നമ്മൾ ശരിക്കും ഓരോ ആയത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ കിട്ടും. ഒന്ന് ഉദാഹരണത്തിന് ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. റഹ്മാനായ അള്ളാഹു എന്ന് പറഞ്ഞാൽ, റഹ്മാനായവൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് തന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. റഹ്മത്ത് തന്ന ആൾക്കാണ് റഹ്മാൻ എന്ന് പറയാ, റഹ്മത്ത് തന്ന ആൾക്കാണ് റഹീം എന്ന് പറയാ. നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോ റഹ്മാൻ എന്നാൽ മുഹമ്മദ് നബിയെ തന്നവൻ എന്നാണ് അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ തന്നവൻ എന്നാണ് അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് തന്ന അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നാണ് അപ്പൊ ബിസ്മിയുടെ അർത്ഥം വരിക. ഇങ്ങനെ ഓരോ ആയത്ത് ആലോചിച്ചാലും അതിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഒളിഞ്ഞിരിക്കുന്നതായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ അവൻ കരയാനുണ്ടായ കാരണം, കണ്ണിന്റെ നേരെ ശൈത്താന് കണ്ടുകൂടാത്തത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിനെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ എന്നതുകൊണ്ട് തന്നെയാണ് ശൈത്താനെ ഞമ്മക്കും കണ്ണിന്റെ നേരെ കാണാൻ പറ്റാത്തവനായത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവന് ഭയങ്കര ദേഷ്യാണ്. നബി തങ്ങളെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവന് വലിയ ദേഷ്യമാണ്. ദീനിന്റെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം എന്നറിയങ്ങള്? പരിശുദ്ധമായ ദീന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോഴാണ് നൽകിയത്. 40 വയസ്സിന്റെ മുമ്പ് മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് 40 വയസ്സിന്റെ ശേഷം, നബി 40 വയസ്സിന്റെ ശേഷം, മുഹമ്മദ് ആയത് 40ന്റെ മുമ്പാണ്. റസൂലിനെ അംഗീകരിച്ചാൽ പോരാ, നബിയെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിനെ അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീനായത് 40ന്റെ ശേഷമല്ല, 40ന്റെ മുമ്പാണ്. നാളെ ഒരു കോളേജിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, നല്ല ഒതുക്കുള്ള കുട്ടികൾ. പോലെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടികളെ, അല്ലാഹു തആല ഞമ്മക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് നബി ആണോ അതോ ഖുർആനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഓര് പറഞ്ഞു അത് ഖുർആനാണ് എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ ഖുർആനില്ല.